കലിയുഗത്തെക്കുറിച്ച് ശ്രീകൃഷ്ണൻ പറഞ്ഞത് അറിയാമോ? വനവാസ സമയത്ത് പാണ്ഡവർക്ക് ഒരു സംശയമുണ്ടായി, വരാനിരിക്കുന്ന കലിയുഗത്തെക്കുറിച്ച്. ഇതിനായി ശ്രീകൃഷ്ണ ഭഗവാനെ സമീപിച്ചു. അവരോട് 5 പേരോടും ഉൾക്കാട്ടിലേക്ക് പോകുവാനും അവിടെ കാണുന്ന കാഴ്ചകൾ വന്നു പറയുവാൻ കൃഷ്ണൻ പറഞ്ഞു. അങ്ങനെ അവർ കാട്ടിലേക്ക് തിരിച്ചു. കാടിനുള്ളിലൂടെ നടക്കുമ്പോൾ യുധിഷ്ഠിരൻ ഒരു വിചിത്ര കാഴ്ച കണ്ടു. 2 തുമ്പിക്കൈയുള്ള ആന. ആ കാഴ്ച അദ്ദേഹത്തെ അത്ഭുതപ്പെടുത്തി. അർജുനൻ യാത്ര തുടർന്നു. കുറച്ചുകൂടി ഉള്ളിലേക്ക് ചെന്നപ്പോൾ ചിറകുകളിൽ വേദഗ്രന്ഥങ്ങൾ എഴുതിയ ഒരു വലിയ പക്ഷി ചത്ത ശരീരത്തിലെ മാംസം കൊത്തി തിന്നുന്നു. ഭീമൻ കാട്ടിലൂടെ നടക്കുമ്പോൾ കണ്ടത് ഒരു പശുക്കിടാവ് ജനിച്ചയുടൻ അമ്മ പശു അതിനെ അമിതമായി നക്കുകയും തന്റെ സ്വന്തം കുഞ്ഞിനെ മുറിവേൽപ്പിക്കുകയും ചെയ്യുന്നു. സഹദേവൻ കണ്ടത് അത്ഭുതകരമായിരുന്നു. ആഴമുള്ള 6-7 കിണറുകൾ ഒരുമിച്ച് നിൽക്കുന്നു. ചുറ്റുമുള്ള എല്ലാ കിണറുകളിലും വെള്ളമുണ്ട്. പക്ഷേ നടുവിലുള്ള കിണർ പൂർണ്ണമായും വരണ്ടുണങ്ങിയിരിക്കുന്നു. നകുലൻ കണ്ട കാഴ്ച ഒരു വലിയ പാറ മലമുകളിൽ നിന്ന് താഴേക്ക് ഉരുണ്ടുവരുന്നു. വഴിയിലെ കൂറ്റൻ മരങ്ങളെയും കല്ലുകളെയും തകർത്ത് അത് മുന്നോട്ട് കുതിച്ചു. എന്നാൽ അവസാനം ഒരു ചെറിയ ചെടിയിൽ തട്ടിയപ്പോൾ ആ ഭീമാകാരമായ പാറ നിശ്ചലമായി. 5 സഹോദരങ്ങളും തിരികെ ശ്രീകൃഷ്ണന്റെ അടുത്തെത്തി. തങ്ങൾ കണ്ട കാഴ്ചകൾ വിവരിച്ചു. യുധിഷ്ഠിര, നീ കണ്ട 2 തുമ്പിക്കയുള്ള ആൻ കലിയുഗത്തിലെ ഉന്നതിയിൽ ഇരിക്കുന്നവരെ സൂചിപ്പിക്കുന്നു. അവർ ഇരുവശത്തുനിന്നും ആളുകളെ ചൂഷണം ചെയ്യും. മനസ്സിൽ ഒന്നുവെച്ച് പ്രവൃത്തിയിൽ മറ്റൊന്ന് കാണിക്കുന്നവരായിരിക്കും. അർജുന, നീ കണ്ട വേദങ്ങൾ എഴുതിയ ചിറകുള്ള പക്ഷി ചൊത്ത മാംസം തിന്നുന്നത് കലിയുഗത്തിലെ ആത്മീയ പണ്ഡിതന്മാരെ സൂചിപ്പിക്കുന്നു. അവർക്ക് വേദജ്ഞാനം ഉണ്ടായിരിക്കും, എന്നാൽ അവരുടെ പ്രവൃത്തികൾ രാക്ഷസീയമായിരിക്കും. ഭീമ, നീ കണ്ട അമിത വാത്സല്യത്താൽ കിടാവിനെ മുറിവേൽപ്പിക്കുന്ന പശു കലിയുഗത്തിലെ മാതാപിതാക്കളെയാണ് കാണിക്കുന്നത്. മക്കളോടുള്ള അമിതമായ മോഹം അവരെ സ്നേഹബന്ധത്തിൽ കുടുക്കിയിടും. ഈ സ്നേഹകൂടുതൽ കാരണം മക്കൾക്ക് വളരാനും സ്വയം കണ്ടെത്താനും സാധിക്കാതെ വരും. സഹദേവ, നീ കണ്ട ഒഴിഞ്ഞു കിടക്കുന്ന കിണർ കലിയുഗത്തിലെ മനുഷ്യന്റെ ധൂർത്തിനെയും സ്വാർത്ഥതയെയും സൂചിപ്പിക്കുന്നു. ആളുകൾ വിവാഹങ്ങൾക്കും മറ്റു ആഡംബരങ്ങൾക്കും ധനം ചെലവഴിക്കും. എന്നാൽ അടുത്തുള്ള ഒരാൾ വിശന്നു വലയുമ്പോൾ അവനെ സഹായിക്കാൻ അവർക്ക് മനസ്സുണ്ടാവില്ല. നകുല, നീ കണ്ട പാറ ചെറിയ ചെടിയിൽ തട്ടി നിന്നത് കലിയുഗത്തിലെ മനുഷ്യന്റെ ജീവിതഗതിയെയാണ് സൂചിപ്പിക്കുന്നത്. വലിയ പാറയെപ്പോലെ മനുഷ്യന്റെ മനസ്സും താഴേക്ക് പോകും, അധപതിക്കും. ധനം കൊണ്ടോ അധികാരത്തിന്റെ വലിയ മരങ്ങൾ കൊണ്ടോ ഈ അധപതനത്തെ തടയാൻ കഴിയില്ല. എന്നാൽ ഭക്തിയുടെ, അതായത് ഹരിനാമജപത്തിന്റെ ഒരു ചെറിയ ചെടിക്ക് ഈ വീഴ്ചയെ തടയാൻ സാധിക്കും. അതുകൊണ്ട് കലിയുഗത്തിൽ മോക്ഷം നേടാനുള്ള ഏകമാർഗം ഹരിഭജനം മാത്രമാണ്.